Good morning dear students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗമാണ്. കഴിഞ്ഞ പാർട്ട് ബേസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഫങ്ഷൻസ് ഫണ്ടമെൻ്റൽ ബേസിക്സ് ആയിട്ട് അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടേഴ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അങ്ങനെ കമ്പ്യൂട്ടറിനെ പറ്റി സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ബിസിനസ്സിലേക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ബാങ്കിങ്ങിലേക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ റോൾ ഓഫ് കമ്പ്യൂട്ടർ ബിസിനസ് ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, സ്റ്റോറേജ്, ട്രേഡ്, മാനേജിങ് ദ കസ്റ്റമർ ആൻഡ് ദ ഫിനാൻസ്. പിന്നെ നമുക്ക് ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വെബ് ബ്രൗസറിൽ അല്ലേ, ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ ഉണ്ട്, നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. ഓക്കെ, വെബ് ബ്രൗസർ ആണ്, ഗ്രാഫിക്കലും ഉണ്ട് നോൺ ഗ്രാഫിക്കലും ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, സോഫ്റ്റ്വെയറും അതിൻ്റെ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയറും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ സിസ്റ്റം ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ജനറൽ പർപ്പസ് ആൻഡ് ടൈലർ മെയ്ഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആപ്ലിക്കേഷൻ ഇൻട്രൊഡക്ഷൻ മിസ് വായിക്കാം. In a previous unit, we how to computer have changed in size and shape and usage. അല്ലേ, എത്രത്തോളം മൈക്രോ മാക്രോ ഒക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട് ഡിസ്കസ് ചെയ്തല്ലോ. മൈക്രോ കമ്പ്യൂട്ടർ, മാക്രോ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ് അല്ലേ, ആ ഓരോ പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ പീരീഡ് ഓഫ് ടൈം, ഓവർ ദ പീരീഡ് ഓഫ് ടൈം, അതായത് 1947 കഴിഞ്ഞിട്ട് 62, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, 65 to 74 അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് 2020 അല്ലേ, 2020 ആൻഡ് 2050 പിന്നെ ബാക്കിയില്ലേ നമ്മൾ 2025 വരെ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെ ഓരോരോ ഇയേഴ്സിനും വന്ന ചേഞ്ചസ്, കമ്പ്യൂട്ടറിൽ വന്ന ചേഞ്ചസ്, നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തത്, ഓരോ അന്ന് ഉപയോഗിച്ചിരുന്നത് പ്രോഗ്രാംസ് എങ്ങനെയായിരുന്നു സേവ് ചെയ്തത്, അതെങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന ഭാഗത്ത് പറയാനുള്ളത്, പെർട്ടിക്കുലർ വിൽ ത്രോ ദ ലൈറ്റ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി അപ്ലൈ ഡെയിലി ലൈഫ് ടു സെർവ് ദ പർപ്പസ് ഓഫ് ടോട്ടാലിറ്റി. അല്ലേ, ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാം കൊണ്ടും നമ്മൾ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറിലേക്ക് ഒരു ഒതുങ്ങിക്കൂടിയൊരു ജനറേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഏതിനും നമുക്ക് എന്ത് വേണം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടൊരു വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ആസ് ഇറ്റ് 21st century ലൂമിങ് ദ പാരഡൈം വിറ്റ്നസ്, അതൊക്കെ നമ്മൾ നല്ല ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക് കേട്ടോ. എന്താണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്? Then in the previous unit we learned to computer have changed in our period of time. The particular unit of through the computers can be applied in daily life to serve the purpose in totality. And humanity may be never be decreased. One of this development surely is computer. Computers have left their footprint in every area. Footprint. അതായത് കമ്പ്യൂട്ടർ ഹാവ് ലെഫ്റ്റ് ദെയർ ഫുട് പ്രിൻറ്റ് ഇൻ എവറി ഏരിയ. കമ്പ്യൂട്ടർ തൻ്റെ കാൽപ്പാട് എല്ലായിടത്തും പതിപ്പിച്ചിട്ടുണ്ട് അല്ലേ, അതായത് കമ്പ്യൂട്ടർ എല്ലായിടത്തും സ്പ്രെഡായി എന്നാണ് അർത്ഥം. It can do all the functions of speedy rate and also help searching and progressing in every knowledge be our homes to business application and usage of computers can be everywhere. നമുക്ക് എന്ത് സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ച് അതിൻ്റെതായ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖലയായി ഒരു എന്താ പറയുക, ഒരു വേൾഡാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊക്കെ കാരണം നമ്മുടെ കമ്പ്യൂട്ടറാണ്. ഓക്കെ, സെർച്ചിങ് ആൻഡ് പ്രോഗ്രസിങ് ഇൻ അവർ നോളജ് ഓഫ് ബിസിനസ് ആപ്ലിക്കേഷൻ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ ക്യാൻ ബി എവ്രിവെയർ. ഇൻ കമ്മിങ് ഡേയ്സ് നമുക്കറിയാം എവ്രിവെയർ എല്ലായിടത്തും കമ്പ്യൂട്ടർ തന്നെയാണ്. in coming days computer will be used to achieve the brilliant goals and success. എങ്ങനെ നോക്കിയാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് ഗോൾസ് ആൻഡ് സക്സസ് ആണ്. ലക്ഷ്യങ്ങളും വിജയങ്ങളൊക്കെ നമുക്ക് നേടിത്തരുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് കാലഘട്ടത്തിലൂടെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഫങ്ഷൻസ്, അതായത് they can be described only 3 operation, namely process and store and transfer. Okay, with internet computer is very powerful, can be used to share your knowledge and ideas to help of others. നമ്മുടെ knowledge and ideas to help to others, മറ്റുള്ളവർക്ക് നമ്മളുടെ നോളജും ഐഡിയാസും
മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അല്ലേ ഒക്കെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ഗൈഡൻസ് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. എല്ലാത്തിനും അടിസ്ഥാനം കമ്പ്യൂട്ടറാണ്. അതിൽ നിന്നാണ് നമ്മളിത് നോളജ് എടുക്കുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ. ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നമുക്ക് ഏത് നോളജും ഏത് ലെവലും നമുക്കറിയാം. അക്കാഡമിക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇന്നലെ അക്കാദമിക് ലെവലിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ വളരെയേറെ ഉപകാരപ്രദമാണ് നമ്മൾ പറഞ്ഞു. ദ ഐഡിയാസ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ലേൺ ടു ഗെറ്റ് ഗൈഡൻസ് ഫ്രം എക്സ്പേർട്ട് അല്ലേ. അതായത് മറ്റുള്ള ഓരോ ഐഡിയാസും എക്സ്പേർട്ടിൽ നിന്ന് ഗൈഡൻസ് വാങ്ങാനെല്ലാം കമ്പ്യൂട്ടറിൽ നിന്നുള്ള നോളജാണ് നമുക്ക് ഉപകാരമാണ്. ഇൻ ഷോർട്ട്, ആപ്ലിക്കേഷൻ യൂസസ് ഓഫ് കമ്പ്യൂട്ടർ കൗണ്ട്ലെസ് ബൈ ബട്ട് ബേസിക്കലി ദേ ക്യാൻ ഡിസ്ക്രൈബ് ഓൺലി 3 ഓപ്പറേഷൻ, നെയിംലി പ്രോസസ്, സ്റ്റോർ ആൻഡ് ട്രാൻസ്ഫർ. ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ആപ്ലിക്കേഷൻ ലെവൽ എത്താൻ വേണ്ടി കമ്പ്യൂട്ടറിന് പ്രധാനമായി 3 ഓപ്പറേഷൻസിലൂടെ പ്രക്രിയയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഈസ് പ്രോസസ്, സെക്കൻഡ് ഈസ് സ്റ്റോർ ആൻഡ് തേർഡ് ഈസ് ട്രാൻസ്ഫർ. ഓക്കെ, എന്താണ് പ്രോസസ് ആൻഡ് നമുക്കറിയാം റാം, CPU എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ദ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഇതിന് പറയുക കേട്ടോ. പ്രോസസ്, സ്റ്റോർ ആൻഡ് ട്രാൻസ്ഫർ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സം എക്സാമ്പിൾസ് ബൈ യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പ്രോസസ് എനി ഫിനാൻഷ്യൽ ഡാറ്റ, ഓർഗനൈസ് ടാബ്ലറ്റ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്. ഓക്കെ, ദെൻ ഡ്രൈവിലാണ് ഇതിൽ എന്താണ് പറയുക, വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ഡ്രൈവ്. നമ്മൾ പെൻ ഡ്രൈവിലാണ് ഇത് സൂക്ഷിച്ച് വെക്കുക, എന്തെങ്കിലും ഡാറ്റ കളക്ഷൻ. ദ സ്റ്റോർഡ് ഫയൽ ക്യാൻ ബി ട്രാൻസ്ഫർ എനി അതർ പേഴ്സൺ ടു എൻട്രി വഴി ഇമെയിൽ. നമുക്ക് ഫയലായിട്ട് എന്ത് ചെയ്യാം, ഫയലിൽ നമുക്ക് ഡാറ്റ കളക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാം. ആ ഫയൽ ഒരാൾക്ക്, ഒരു പേഴ്സണ് ഉപകാരമാണ്. നമുക്ക് ഇമെയിലിലൂടെ ആ ഫയലിലെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇത് ഇമെയിൽ ചെയ്ത് കൊടുക്കാം അല്ലെ. ഇമെയിൽ എന്തുണ്ടാവും, ഇമെയിൽ മാറ്റർ ചെയ്ത് കൊടുക്കാം. മാറ്റർ നമുക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഫയലിൽ നിന്ന് മെയിലായിട്ട് അയച്ചു കൊടുക്കാനും പറ്റും. വൈൽ വർക്കിംഗ് ആസ് ആൻ when you run a computer windows and let's take another example of YouTube video and transfer from YouTube server to your computer to അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ സ്മാർട്ട് TV അല്ലെ, യൂട്യൂബ് കണക്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും യൂട്യൂബ് കണക്ട് ചെയ്ത് കുട്ടികൾക്ക് അക്കാദമിക് പരമായിട്ട് അതിലേക്കുള്ള നോളജ് ഇതിലേക്കാക്കി ക്ലാസ്സോ ഇനിയിപ്പോൾ അക്കാദമിക് ലെവലിൽ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബ് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൺ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ട്രാൻസ്ഫർ എവറി ഏരിയ ആൻഡ് ഓർഗനൈസേഷൻ, സൊസൈറ്റി, ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്, ഓൺലൈൻ ബിസിനസ് ആൻഡ് ഔട്ട്ലൈൻ, എല്ലാ തരം അല്ലേ. എന്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. യൂട്യൂബിലേക്കും കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മേഖലയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ഇതിന് മേഖല കൊടുത്തത്, എവറി ഏത് സംഘടനയാണെങ്കിലും, സൊസൈറ്റി ബേസ്ഡ് പ്രശ്നങ്ങളാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, ട്രേഡ് ആണെങ്കിലും, കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ ബിസിനസ്സും ഓൺലൈൻ വേറെ തന്നെയാണ് നിങ്ങളെ സിലബസിൽ കൊടുത്തത്. ഓക്കെ, മിസ് ഒന്നും കൂടി വായിക്കുക. ഓർഗനൈസേഷൻ, ഫസ്റ്റ് ഈസ് ഓർഗനൈസേഷൻ, സെക്കൻഡ് ഈസ് സൊസൈറ്റി, തേർഡ് ഈസ് ബിസിനസ് ട്രേഡ് ആൻഡ് ഫോർത്ത് ഈസ് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് ഈസ് ഓൺലൈൻ ബിസിനസ് ആൻഡ് ഓൺലൈൻ ബാങ്കിങ്. രണ്ടും വേറെ തന്നെ നിങ്ങൾ എഴുതണം. പോയിന്റ്സ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എഴുതുമ്പോൾ നിങ്ങൾ താഴെ കമ്പ്യൂട്ടർ ഏതൊക്കെ മേഖലകളാണ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ യൂട്യൂബിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ നമുക്ക് എല്ലാം നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലൈൻ ബാങ്കിങ്ങും നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. ബിസിനസ് ട്രേഡ് ആണെങ്കിലും, ഓർഗനൈസേഷനിലേക്ക് ഏതെങ്കിലും സംഘടനകളിലേക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിലും, കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ്, കൊമേഴ്സ്യൽ എന്ന് പറയുമ്പോൾ കച്ചവട സംബന്ധമായിട്ട്, ട്രേഡ് സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ഇതെന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റോൾ, എന്താണ് റോൾ? കമ്പ്യൂട്ടർ ഹാവ് ബ്രോട്ട് എനി ഓർഗനൈസേഷൻ ലോങ് വേ ഹെഡ് ഫ്രം ദ ഏജ് ഓഫ് pen, papers and folders stored in storage of compartment. There are various usage of computer in business organization അല്ലേ. വേരിയസ് യൂസേജ് ആണ്, ഒന്നും രണ്ടും നല്ല ഇഷ്ടം പോലെ പലതരം ഉപകാരങ്ങളാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മുടെ എന്തിലുള്ളത്, ബിസിനസ് ഓർഗനൈസേഷനാണ് അതിലേക്ക് കൊടുത്തത്. ഫ്രം ജനറേറ്റിംഗ് റിപ്പോർട്ട്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ക്ലയൻസ് ആൻഡ് ഫോർ ഓർഗനൈസേഷൻ ടു റോൾ ദ കമ്പ്യൂട്ടർ ടു എ സപ്പോർട്ട് ടു കീ ആസ്പെക്ട്സ് ഓഫ് running them as a communication and record keeping a decision making, data analysis. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിനും ഡാറ്റ അനാലിസിസിനും റെക്കോർഡ് കീപ്പിങ്ങിനും അല്ലേ. അതായത് ഒരു ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് അധികം ബിസിനസ് ഫയലുകളും അവരുടേതായ പല കൊമേഴ്സ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പല
എന്താ പറയുക ഡാറ്റ അതിലൊക്കെ സേവ് ചെയ്ത് വെക്കാനുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താണ് ആസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി റെക്കോർഡ് കീപ്പിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ആൻഡ് ഡാറ്റ അനാലിസിസിനും എല്ലാം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. എവറി ആസ്പെക്ട്സ് ഓഫ് മോഡേൺ വർക്ക് പ്ലേസ് ഈസ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ദേ ആർ യൂസ്ഡ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് കമ്പനീസ് ഓപ്പറേഷൻ ഇൻക്ലൂഡിംഗ് പ്രൊഡക്റ്റ് ക്രിയേഷൻ. നമുക്കറിയാം ബിസിനസ് ആകുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ ബിസിനസ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചാൽ ബിസിനസ് ആകുമ്പോൾ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റും പ്രൊഡക്റ്റ് കീപ്പിങ്ങും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആസ് ബിസിനസ് ഓർഗനൈസേഷൻ ആർ എക്സ്പ്ലെയിൻ. എങ്ങനെയാണ്? വാട്ട് എവർ ദേ വിഷ് ഓക്കെ എംപ്ലോയീസ് ടു വർക്ക് ഇൻ അതായത് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഇത് ഉപകാരപ്രദമാണ്. കമ്പ്യൂട്ടേഴ്സ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. അതൊക്കെ നിങ്ങൾക്ക് എന്താ സാധാരണ ലെവലിൽ എഴുതാനുള്ള എന്താണ്? കമ്പ്യൂട്ടർ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു കമ്പ്യൂട്ടർ എന്താണ് അത്രയും ബിസിനസ് ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഉള്ള ഒരു മേഖലയാണ്. ടു മെയിൻറ്റെയിൻ എ സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്ടീസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സും അല്ലേ, അതിലവർ ആ പാർട്ട്ണർഷിപ്പും പാർട്ട്ണർമാരൊക്കെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ, അതായത് ഫോണൊക്കെ എന്തിൽ ഉൾപ്പെടും? സ്മാർട്ട് ഫോൺ വഴിയിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അല്ലേ. ബിസിനസ് ഡീൽ ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് തന്നെയല്ല ഉണ്ടാവുക, പല രാജ്യങ്ങളിലുണ്ടാവും ബിസിനസ് അവർ ഡീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവുക. അപ്പോൾ അവർ ബിസിനസ് ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടർ, ഇമെയിൽ ആൻഡ് ഈ ഒരു മേഖലയിലൂടെ തന്നെയാണ്. സച്ച് ആൻ ഇമെയിൽ ആൻഡ് ടൂൾസ് ആൻഡ് വീഡിയോ ഫോർ കോൺഫറൻസ് വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? കോൺഫറൻസ് വീഡിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അക്കാദമിക്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞു. നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ ഈ ഒരു മേഖലയിൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് വീഡിയോ കോൺഫറൻസ് ആൻഡ് phone conferencing, social network, web conference and etc. all time also improve the functioning of organization. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ നാട്ടിൽ വെച്ചിട്ട് ഇനി എവിടെ അബ്രോഡ് ആണെങ്കിലും ആളുകൾ എല്ലാ പാർട്ട്നേഴ്സും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവർ വീഡിയോ കോൺഫറൻസ് വഴി, ഇമെയിൽ വഴി, പിന്നെന്താ പറഞ്ഞത് ഇംപ്രൂവ് അവർ ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ വെബ് കോൺഫറൻസിങ് വഴി. ഫസ്റ്റ് ഈസ് വെബ് കോൺഫറൻസ്, സെക്കൻഡ് ഈസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്, തേർഡ് ഈസ് ഫോൺ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ് ആൻഡ് പിന്നെന്താ പറഞ്ഞത് ഇമെയിൽ. ഇത്രയും ഒരു 5-6 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മ്യൂണിക്കേഷൻസ് ഗ്യാപ്പ് ഇല്ലാതാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ഓർഗനൈസേഷൻ സ്മൂത്തായിട്ടും ഡെവലപ്പായിട്ടും ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാർക്കറ്റിംഗിൽ നമുക്കറിയാം, അതേപോലെ തന്നെ ബിസിനസ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ വൈഡ്ലി യൂസ് കമ്പ്യൂട്ടർ ടു മാർക്കറ്റിംഗ് ആസ് മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റിംഗ് ഇസ് ഡൺ ഓൺലൈൻ, സോഷ്യൽ മീഡിയ, ബ്ലോഗിംഗ് ആൻഡ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്വർടൈസിംഗ്, ന്യൂസ് ഷെൽട്ടർ എക്സെട്ര. IT developers can professionally create a website. അതായത് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന IT മേഖലയിലെ ആളുകൾ വെബ് ഡിസൈൻ ചെയ്യും. വെബ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? അവർ ടു ഗ്രാഫിക് ഡിസൈൻ എല്ലാം IT ഡെവലപ്പർ ക്യാൻ പ്രൊഫഷണലി ക്രിയേറ്റ് എ വെബ്സൈറ്റ്. പ്രൊഫഷണലി അവരെന്ത് ചെയ്യുന്നു? ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ടു യൂസിങ് വേരിയസ് ഗ്രാഫിക്സ് ആൻഡ് കണ്ടന്റ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ സച്ച് എ ടെക്സ്റ്റ്, ഇമേജ് ആൻഡ് വീഡിയോസ് ടു മേക്ക് ദ ക്യാമ്പയിൻ ഓഫ് അട്രാക്റ്റീവ് ആൻഡ് ലൂസ്ഡ് ഓഫ് ഓഡിയൻസ്. അതായത് മറ്റുള്ളവരെ കസ്റ്റമേഴ്സ് ആയിരിക്കില്ല, അവരുടെ ഓഡിയൻസ് ആരായിരിക്കും? കമേഴ്സ്യൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? യൂസിങ് വേരിയസ് എഡിറ്റിംഗ് ഗ്രാഫിക്കിലൂടെയും അഡ്വർടൈസിലൂടെയും ആൻഡ് പിന്നെ ബ്ലോഗിംഗ്, വെബ്സൈറ്റ് മിസ് വായിക്കുക, മാർക്കറ്റിംഗ് ഇൻ അഡ്വർടൈസിംഗ് എക്സെട്ര. IT developers professionally create a website by using various graphic and different forms of media. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പലതരം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ എന്ത് ചെയ്ത് മാർക്കറ്റിങ്ങിലേക്ക് ഇറക്കുന്നതും. ഒരുപക്ഷെ അഡ്വർടൈസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനായിട്ട് അവരെന്ത് ചെയ്യുന്നു? പ്രൊഫഷണലി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനു വേണ്ടി തന്നെ. അതായത് ആരാണ്? IT മേഖലയിലുള്ള പ്രൊഫഷണൽസ് മീൻസ് പ്രൊഫഷണലി അവർ ക്രിയേറ്റ് ചെയ്യുന്നത് വെബ്സൈറ്റ് യൂസിങ് വേരിയസ് ഗ്രാഫിക് ആൻഡ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ, സോഷ്യൽ മീഡിയ സച്ച് എ ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് വീഡിയോസ് ടു മേക്ക് എ കമ്പയിൻ മോർ അട്രാക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ഫോർ ഓഡിയൻസ്. ഓഡിയൻസ് മീൻസ് നമ്മുടെ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ അവരുടെ നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് മേഖലയിലാണ്. അപ്പോൾ മാർക്കറ്റിംഗ് മേഖല ഇത്രയും ഈ വെബ്സൈറ്റൊക്കെ അവരുണ്ടാക്കി അതിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാനും വീഡിയോസ് കാണിച്ചു കൊടുക്കാനും അവരുടെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവരെ വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കും.